ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 14ലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആന്റികോയാഗുലന്റ് ട്യൂബ് നീഡ്സ് ടു കളക്ട് സാമ്പിൾ ഓഫ് HbA1c. HbA1c എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഗ്ലോബിൻ A1c. ആ ടെസ്റ്റ് എന്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആന്റികോയാഗുലന്റ് ട്യൂബ് നീഡ്സ് ടു കളക്ട് സാമ്പിൾ ഓഫ് HbA1c. ആൻസർ എന്താണ്? EDTA. EDTA ആയിട്ട് കുറച്ചധികം പോയിന്റ്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് വായിക്കാം. എ ഹീമോഗ്ലോബിൻ A1c test is a blood test that shows average blood sugar level of over the past 2 to 3 months. അതായത് കഴിഞ്ഞ 2-3 മാസത്തിലെ നമ്മുടെ ശരാശരി ബ്ലഡ് ഷുഗർ ലെവല് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റ് ആണ് EDTA എന്ന് പറയുന്നത്. എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, അതാണ് EDTA. കുറച്ച് അധികം പോയിന്റും കൂടി ഞാൻ പറയട്ടെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. EDTA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അമിനോ പോളി കാർബോക്സിലിക് ആസിഡ്. EDTA ഈസ് ആൻ അമിനോ പോളി കാർബോക്സിലിക് ആസിഡ്. റാൻഡം പോയിന്റ്സ് പറയുവാണേ. കളർ കോഡ് യൂസ്ഡ് ഫോർ EDTA ആന്റികോയാഗുലന്റ് ബോട്ടിൽ ഈസ് ഡാഷ്. കളർ കോഡ് യൂസ്ഡ് ഫോർ EDTA ആന്റികോയാഗുലന്റ് ബോട്ടിൽ ഈസ് പർപ്പിൾ. എന്താണ് പർപ്പിൾ? അടുത്ത പോയിന്റ്, ആന്റികോയാഗുലന്റ് യൂസ്ഡ് ഫോർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഈസ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റികോയാഗുലന്റും ആരാണ്? EDTA ആണ്. EDTA പ്രിസർവ് സെല്ലുലാർ മോർഫോളജി ഫോർ ഡാഷ്. EDTA preserve cellular morphology for 2 to 3 hours. 2 to 3 hours. And ideal anticoagulant for hematology analysis is also EDTA. Ideal coagulant for hematology analysis is also EDTA. പിന്നെ നമ്മുടെ ഈ ഒരു പോയിന്റ് കൂടി, ആന്റികോയാഗുലന്റ് ട്യൂബ് നീഡ്സ് ടു കളക്ട് സാമ്പിൾ ഓഫ് HbA1c ഈസ് EDTA. അപ്പോൾ EDTA ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4-5 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അടുത്തലേക്ക് പോകാം. ദ കൾച്ചർ മീഡിയ ഫോർ ഫംഗസിസ്. ഫംഗസിന് വേണ്ടിയിട്ടുള്ള ഫംഗസിന്റെ കൾച്ചർ മീഡിയ ഏതാണ്? സബോറോഡ്സ് മീഡിയം. സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗർ, അതാണ് SDA എന്ന് പറയുന്നത്. സബോറോഡ് ഡെക്സ്ട്രോസ് agar is a non-selective isolation medium used for the growth and maintenance of pathogenic and non-pathogenic fungi from clinical and non-clinical specimens. Histoplasma and other fungal causes of typical pneumonia can be grown on this medium. അപ്പോൾ ഫംഗിന്റെ കൾച്ചർ മീഡിയം ഏതാണ്? സബ്രോഡസ് ഡെക്സ്ട്രോസ് അഗർ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ദ പ്രിഡോമിനന്റ് ഹിമോഗ്ലോബിൻ ഇൻ അഡൾട്ടീസ്. അഡൾട്ടിലെ പ്രിഡോമിനന്റ് ഹിമോഗ്ലോബിൻ ഏതാണ്? HbA ആണ്. ഹിമോഗ്ലോബിൻ A ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ അഡൾട്ട് ഫോം ഓഫ് ഹിമോഗ്ലോബിൻ ആൻഡ് എക്സിസ്റ്റ് ആസ് എ ടെട്രാമർ കണ്ടെയ്നിങ് 2 ആൽഫ സബ് യൂണിറ്റ്സ് ആൻഡ് 2 ബീറ്റ സബ് യൂണിറ്റ്സ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ്? 2 ആൽഫ സബ് യൂണിറ്റ്സും 2 ബീറ്റ സബ് യൂണിറ്റ്സും അടങ്ങുന്നതാണ് ഹിമോഗ്ലോബിൻ A എന്ന് പറയുന്നത്. ഹിമോഗ്ലോബിൻ ഈസ് ആൻ oxygen binding found in erythrocytes which transports oxygen from the lungs to the tissues. ഹീമോഗ്ലോബിൻ എന്താണ്? ഒരു ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBC വിച്ച് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം ദി ലങ്സ് ടു ടിഷ്യൂസ്. ഇത് RBCയിലെ സർഫസിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ലങ്സിൽ നിന്നും ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് കലകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം അല്ലെ. gram positive organism are able to retain crystal violet stain because of high amount of dash in the cell wall. എന്താണ്? gram positive organisms are able to retain crystal violet stain because of high amount of peptidoglycan in the cell wall. ആരാണ്? peptidoglycan in the cell wall. വായിക്കാം. Peptidoglycan, also called murine, is a rigid envelope surrounding the cytoplasmic membrane of most bacterial species. സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു റിജിഡ് എൻവലപ്പ് ആണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. അതായത് സെൽ വാളിലുള്ള ഒരു കോമ്പൗണ്ട് ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇതിന്റെ പ്രസൻസ് ആണ് എന്തിന് കാരണമാവുന്നത്? ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിനെ
റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന് സാധ്യമാവുന്നത്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രാം സ്റ്റെയിനിങ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ഓഫ് ദ ബാക്ടീരിയൽ സെൽ വാൾ ടു റീറ്റെയിൻ ദ ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ഡ്യൂറിംഗ് ദ സോൾവെന്റ് ട്രീറ്റ്മെന്റ്. അതായത് ഈ ക്രിസ്റ്റൽ വയലറ്റ് ഡൈനെ റീറ്റെയിൻ ചെയ്യാനുള്ള ബാക്ടീരിയൽ സെൽ വാളിന്റെ കഴിവ് തന്നെയാണ് ഈ ഗ്രാം സ്റ്റെയിനിങ്ങിലെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ വാളിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് ആരാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. ആരാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇൻ ലബോറട്ടറി ദ ഹസാർഡസ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോർഡ്. ഇത് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. എളുപ്പമാണ്, വെറുതെ ഓപ്ഷൻ വായിച്ച് കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കാന്നല്ലാണ്ട് സിമ്പിളാണ്. ഇൻ ലബോറട്ടറി ദ ഹസാർഡസ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോർഡ് ബിലോ ഐ ലെവൽ. ബിലോ ഐ ലെവൽ. Okay, hazardous chemicals should always be stored below eye level to reduce the likelihood of accidental splash to the eyes and face. കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ ഇത്രയും ഹസാർഡസ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു വീണാൽ എന്ത് സംഭവിക്കും? ഗുരുതരാണല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മേലെ കൊണ്ടുവച്ചാൽ അത് കണ്ണിലേക്കും മുഖത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഐ ലെവലിന്റെ താഴെ വേണം നമ്മളത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ദ സ്റ്റെയിൻ യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഫംഗസ്. ദ സ്റ്റെയിൻ യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഫംഗസ് ആരാണ്? ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ. ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ. വായിക്കാം. ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ, അതായത് LPCB. വെറ്റ് മൗണ്ട് preparation is the most widely used method of staining and observing fungi and is simple to prepare. Okay, this stain contains ആരൊക്കെയുണ്ട്? ഫിനോൾ വിച്ച് വിൽ കിൽ ദ ഓർഗാനിസംസ്, ലാക്റ്റിക് ആസിഡ് വിച്ച് പ്രിസർവ്സ് ഫംഗൽ സ്ട്രക്ചേഴ്സ് ആൻഡ് കോട്ടൺ ബ്ലൂ വിച്ച് സ്റ്റെയിൻസ് ദ കൈറ്റിൻ ഫൗണ്ട് ഇൻ ദ ഫംഗൽ സെൽ വാൾ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സ്റ്റെയിനിൽ ആരൊക്കെയാണുള്ളത്? ഫിനോൾ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, കോട്ടൺ ബ്ലൂ ഉണ്ട്. അപ്പം ഫിനോൾ എന്തിനു സഹായിക്കുന്നു? ഈ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടി സഹായിക്കുന്നു. ലാക്റ്റിക് ആസിഡ് ആണെങ്കിലോ ഈ ഫംഗൽ സ്ട്രക്ചറിനെ പ്രിസർവ് ചെയ്യുന്നു. കോട്ടൺ ബ്ലൂ ആണെങ്കിൽ സ്റ്റെയിൻസ് ദ കൈറ്റിൻ ഫൗണ്ട് ഇൻ ദ ഫംഗൽ സെൽ വാൾ. ഫംഗൽ സെൽ വാളിൽ ഉള്ള അടങ്ങിയിരിക്കുന്നത് ആരാണ്? കൈറ്റിൻ ആണല്ലോ. അത് സ്റ്റെയിൻ ചെയ്യുന്നത് ആരാണ്? കോട്ടൺ ബ്ലൂ ആണ്. അപ്പം ലാക്ടോഫിനോൾ കോട്ടൺ ബ്ലൂ ആണ് എന്ത്? സ്റ്റെയിൻ യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഫംഗസ്. ഓക്കെ, ഫംഗസിന്റെ സെൽ വാൾ കൈറ്റിൻ ആണ്. അങ്ങനെ ഓരോന്നിന്റെ സെൽവാൾ പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്തതിലേക്ക് പോവാം. സ്ട്രെങ്ത് ഓഫ് എനർജി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ് ഈസ് റിഫേർഡ് ആസ്. ഫിസിക്സ് ആണ്. സ്ട്രെങ്ത് ഓഫ് എനർജി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ് ഈസ് റിഫേർഡ് ആസ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? വായിക്കാം. വെൻ ലൈറ്റ് പാസസ് ത്രൂ എനി മീഡിയം ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മീഡിയം. ഒരു ലൈറ്റ് പിന്നെ ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ മീഡിയത്തിനനുസരിച്ചിട്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം സ്ട്രെങ്ത് ഓഫ് എനർജി ഓർ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ് ഈസ് റിഫേർഡ് ആസ് ആംപ്ലിറ്റ്യൂഡ്. അടുത്തതിലേക്ക് പോവാം. ടെക്കോയിക് ആസിഡ് ആൻഡ് ടെക്യൂറോണിക് ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഏതാണ്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെയും പോസിറ്റീവ് ബാക്ടീരിയനെയും തിരിച്ചറിയാനുള്ള ഒരു പോയിന്റ് ആണ് ഇത്, ഈ ടെക്കോയിക് ആസിഡിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒന്ന് പഠിച്ചത് ലിപ്പോപോളിസാക്കറൈഡ്സ് ആയിരുന്നു. അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ്. കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പൊ ഇവിടെ പറയുന്നത് ടെക്കോയിക് ആസിഡ് ആണ് ഫൗണ്ട് ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. Okay, the techoic acids and telluronic acids are another group of important bacterial wall polymers. Gram-positive bacteria contain techoic acids in both walls and plasma membranes. Okay. അടുത്തത് dash is used as fixation for fatty tissues and nerves. Dash is used as fixation for fatty tissues and nerves. ഏതാണ്? ഓസ്മിക് ആസിഡ് ആണ്. എന്താണ് ഓസ്മിക് ആസിഡ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു ഉത്തരം, അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ആൻഡ് ഹോൾഡ് എ ലാബ് ക്രൂസിബിൾ? വാട്ട് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ആൻഡ് ഹോൾഡ് എ ലാബ് ക്രൂസിബിൾ? ഏതാണ്? എ പൈപ്പ് സ്റ്റെം ട്രയാങ്കിൾ. എ പൈപ്പ് സ്റ്റെം ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കാം. എ പൈപ്പ് സ്റ്റെം ട്രയാങ്കിൾ ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ക്രൂസിബിൾസ് ഓർ അതർ ലാബ് ഡിഷസ് ദാറ്റ് ആർ ബീങ് ഹീറ്റഡ് ഓൺ എ ബർണർ ഓർ അതർ ഹീറ്റ് സോഴ്സസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഹീറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്ന ഡിഷസ് അല്ലെങ്കിൽ ക്രൂസിബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തോ അതാണ് പൈപ്പ് സ്റ്റെം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ് പൈപ്പ് സ്റ്റെം ട്രയാങ്കിൾ?
അടുത്തതിലേക്ക് പോവാം. വിച്ച് ഇനോർഗാനിക് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് അനസ്തെറ്റിക്സ്? വിച്ച് ഇനോർഗാനിക് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് അനസ്തെറ്റിക്സ്? ഏതാണ്? N2O. ഏതാണ്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. എന്താണ്? നൈട്രസ് ഓക്സൈഡ്. ഈ N2Oയും NO2ഉം ഒന്ന് മാറിപ്പോയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആസിഡ് റെയിനിന് കാരണമാവുന്നത് എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ചോദിക്കുകയാണേ. അത് NO2 ആയിരുന്നു അല്ലേ? NO2 പറഞ്ഞാൽ എന്താ? നൈട്രജൻ ഡയോക്സൈഡ്. ഇവിടെ ആരാണ്? N2O ആണ്, നൈട്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ, അനസ്തെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇനോർഗാനിക് ഗ്യാസ് ആണ് N2O. ഇറ്റ് ഈസ് എ സ്മോൾ ഇനോർഗാനിക് കെമിക്കൽ മോളിക്യൂൾ ആൻഡ് മേ ആൾസോ ബി നോൺ ആസ് ഡൈനൈട്രജൻ ഓക്സൈഡ് ഓർ ഡൈനൈട്രജൻ മോണോക്സൈഡ്. Okay. Compared to other anesthetic agents, nitrous oxide causes minimal effects on respiration and hemodynamics. മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് എന്തിനൊക്കെ കാരണമാവുന്നത്? ഇറ്റ് കോസസ് മിനിമൽ എഫക്ട്സ് ഓൺ റെസ്പിറേഷൻ ആൻഡ് ഹീമോഡൈനാമിക്സ്. ഓക്കെ, അപ്പം ഇനോർഗാനിക് ഗ്യാസ് യൂസ്ഡ് ആസ് അനസ്തെറ്റിക്സ് ഈസ് N2O, നൈട്രസ് ഓക്സൈഡ്. The test used to reject an analytical data is അടുത്തത്. The test used to reject an analytical data is Q-test. എന്താണ് Q-test? വായിക്കാം. The Q-test offers another approach to rejection or selection of doubtful values. മനസ്സിലായോ? എന്താണ്? അനലിറ്റിക്കൽ ഡാറ്റേനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? Q-test ആണ്. Q-test. അടുത്തതിലേക്ക് പോകാം. വിച്ച് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് കൊളാജൻ ആൻഡ് മസിൽ ഫൈബേഴ്സ് ഇൻ എ ഹിസ്റ്റോളജിക്കൽ സെക്ഷൻ? വിച്ച് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് കൊളാജൻ ആൻഡ് മസിൽ ഫൈബേഴ്സ് ഇൻ ഹിസ്റ്റോളജിക്കൽ സെക്ഷൻ? ഏത് സ്റ്റെയിൻ ആണ്? ട്രൈക്രോം. എന്താണ്? ട്രൈക്രോം. ഓക്കെ, വായിക്കാം. Trichrome staining is used to visualize connective tissues, particularly collagen in tissue sections. എന്താണ് കൊളാജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കൊളാജന് കണക്റ്റീവ് ടിഷ്യൂസ്, സ്കിന്ന്, ടെൻഡൻ, ബോൺ, കാർട്ടിലേജ് ഇതിലെല്ലാം പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. which is a protein produced by our body found in connective tissue, skin, tendon, bone, cartilage. അതാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇതാണ് പെർട്ടിക്കുലർലി നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഷ്വലൈസ് ചെയ്യുന്നത് ട്രൈക്രോം സ്റ്റെയിനിങ്ങിലൂടെ. ഇൻ എ സ്റ്റാൻഡേർഡ് മാസൺസ് ട്രൈക്രോം പ്രൊസീജിയർ, കൊളാജൻ ഈസ് സ്റ്റെയിൻഡ് ബ്ലൂ, ന്യൂക്ലിയ ആർ സ്റ്റെയിൻഡ് ഡാർക്ക് ബ്രൗൺ, മസിൽ ടിഷ്യൂ ഈസ് സ്റ്റെയിൻഡ് റെഡ് ആൻഡ് സൈറ്റോപ്ലാസം ഈസ് സ്റ്റെയിൻഡ് പിങ്ക്. അപ്പോൾ എന്താണ് മാസൺസ് ട്രൈക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് എ 3 color സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ്ഡ് ഇൻ ഹിസ്റ്റോളജി. ഹിസ്റ്റോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 3 color സ്റ്റെയിനിങ് പ്രൊസീജിയർ ആണ് ഈ മാസൺസ് ട്രൈക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും പഠിച്ചു വെക്കുക. ട്രൈക്രോം ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ എന്ന് ഓർത്തു വെക്കുക. അടുത്തതിലേക്ക് പോകാം. വിച്ച് ബാക്ടീരിയ ആർ റെസിസ്റ്റന്റ് ടു പെൻസിലിൻ ആസ് ഇറ്റ് ലാക്സ് എ സെൽ വാൾ? വിച്ച് ബാക്ടീരിയ ആർ റെസിസ്റ്റന്റ് ടു പെൻസിലിൻ ആസ് ഇറ്റ് ലാക്സ് എ സെൽ വാൾ? ഏതാണ്? മൈക്കോപ്ലാസംസ്. ഏതാണ്? മൈക്കോപ്ലാസംസ്. Mycoplasma is bacterium that causes infections in different areas of your body, including your respiratory, urinary and genital tracts. Okay, മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനൊക്കെ കാരണമാകുന്ന ബാക്ടീരിയ ആണ്? എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ, ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ കാരണമാകുന്ന ഒരു ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. ഓൾ മൈക്കോപ്ലാസ്മ ലാക്ക് എ സെൽ വാൾ ആൻഡ് ദെർഫോർ ഓൾ ആർ ഇൻഹെറന്റലി റെസിസ്റ്റന്റ് ടു ബീറ്റ ലാക്ടം ആന്റിബോഡീസ് ലൈക്ക് പെൻസിലിൻ. അടുത്തത്, ഫൈലേറിയാസിസ് ഇൻ ഇന്ത്യ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. ഫൈലേറിയാസിസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ക്യൂലസ് ഫാക്ടിഗൻസ്. ഏതാണ്? ക്യൂലക്സ് ഫാറ്റിഗൻസ്. ദ ഡിസീസ് സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ബൈ മോസ്കിറ്റോ ബൈറ്റ്സ്. കൊതുക് കടിക്കുന്നതിലൂടെയാണ് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. വെൻ എ മോസ്കിറ്റോ ബൈറ്റ്സ് എ പേഴ്സൺ ഹു ഹാസ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ്, മൈക്രോസ്കോപ്പിക് worms circulating in the person's blood enter and infect the mosquito. Okay, Culex factigans, commonly known as the southern house mosquito, is a medium-sized mosquito found in tropical and subtropical regions of the world. അപ്പോൾ Culex factigans
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി നമ്മൾ അറിയപ്പെടുന്നത് സൗത്തേൺ ഹൗസ് മോസ്കിറ്റോസ് എന്നാണ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. വാട്ട് ഡസ് ദ ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ്, എന്താണ് ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ് ANA ടെസ്റ്റ് മെഷർ? വാട്ട് ഡസ് ദ ANA ടെസ്റ്റ് മെഷേഴ്സ്? എന്താണ് മെഷർ ചെയ്യുന്നത്? ദ ആന്റിബോഡീസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ബോഡീസ് ഓൺ സെൽസ്. ആന്റിബോഡീസ് ദാറ്റ് ഡിസ്ട്രോയ് ബോഡീസ് ഓൺ സെൽസ്. ബാക്കി വായിക്കാം. ആൻ ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ് ഈസ് എ ബ്ലഡ് ടെസ്റ്റ് ദാറ്റ് ലുക്സ് ഫോർ സെർട്ടൈൻ കൈൻഡ്സ് ഓഫ് ആന്റിബോഡീസ് ഇൻ അവർ ബോഡി. ഇറ്റ്സ് ആൾസോ കോൾഡ് ആൻ ANA ഓർ FANA. FANA പറഞ്ഞാൽ ഫ്ലൂറസെന്റ് ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ടെസ്റ്റ്. അതായത് നമുക്കറിയാം വൈറസുകളും ബാക്ടീരിയകളും പോലെയൊക്കെയുള്ള ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പം അതിനെ ചെറുക്കാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നിർമ്മിക്കുന്ന പ്രോട്ടീൻസ് ആണ് എന്ത്? ആന്റിബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആന്റിബോഡീസ് എന്താണെന്ന് അറിയാലോ അല്ലെ? അപ്പം എന്നാൽ ANA ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏത് ആന്റി ന്യൂക്ലിയർ ആന്റിബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യമുള്ള കോശങ്ങളെ ആക്രമിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ആന്റിബോഡീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ANA ടെസ്റ്റ് മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. തിയറി ഓഫ് ലിങ്കേജ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. തിയറി ഓഫ് ലിങ്കേജ് വാസ് പുട്ട് ഫോർവേഡ് ബൈ തോമസ് ഹണ്ട് മോർഗൻ. ആരാണ്? തോമസ് ഹണ്ട് മോർഗൻ. Two alleles that are on the same chromosomes will tend to move together into the same gamete. This phenomenon is called linkage. Linkage എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? Two alleles that are on the same chromosome will tend to move together into the same gamete. This phenomenon is called linkage. അപ്പം theory of linkage was put forward by Thomas Hunt Morgan. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.